ഉടനെ കണ്ണടിക്കുന്നു വെച്ച്. ഇത് വേറെ ഒന്നുമല്ല, ആവേശത്തിൻ്റെ എഫക്റ്റാണ്. പിന്നെ വൈറ്റ് കളർ ഡ്രസ്സിൻ്റെ ഉള്ള റീൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പേജ് പറഞ്ഞു കൊടുക്കും. എല്ലാവരും ഒന്ന് കയറി നോക്കുക, വൈറ്റ് കളർ ഡ്രസ്സിൻ്റെ ഒക്കെ കാണാൻ പറ്റും. ഇത് ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ നന്ദൂസ് പെട്ടെന്ന് സൈലൻ്റ് ആയത് വേറെ ഒന്നുമല്ല, നമ്മുടെ നമ്മുടെ വിഷു ചേട്ടനെ കണ്ടിട്ടാണ് കേട്ടോ. അവർക്ക് കുഞ്ഞുനാൾ മുതലുള്ള പേടി സ്വപ്നമാണ് ഇവളെ കെട്ടിയത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞങ്ങൾ ഉറക്കി എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചോദിച്ച നന്ദൂട്ടൻ്റെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നന്ദൂട്ടൻ്റെ നല്ല ഈ വീട്ടിലെ ഞങ്ങളെ ഈ ഫാമിലി നന്ദൂട്ടിയൻ ഫാമിലിയുടെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ കുറച്ച് സ്പെഷ്യലാണ്. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോകാൻ പോവുകയാണ്. ഇന്നലെ ചേട്ടൻ വന്നപ്പോൾ തന്നെ ഒരു 3:30 ആയി. അപ്പം നമ്മൾ പിന്നെ എന്നിട്ട് നമ്മൾ ഉറങ്ങി കിടന്നിട്ട് പിന്നെ എണീറ്റിട്ട് ഉറങ്ങുമ്പോൾ പിന്നെ എനിക്കത്തേ ഇല്ല. അങ്ങനെ സമയം 8 മണിയായി. വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചപ്പോഴാണ് അയ്യോ സമയം കണ്ടത്. അങ്ങനെ ഇതാ ഞാൻ എണീറ്റിങ്ങനെ ഇരിക്കുകയാണ്. നന്ദപ്പൻ ഇതാ നല്ല ഉറക്കമാണ്. അതാ നന്ദപ്പൻ്റെ മുകളിൽ ഞാൻ വെച്ചേക്കുന്നത്. ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടില്ലായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് എടുത്ത ഡ്രസ്സാണ്. അപ്പം പിന്നെ പോകാൻ പോവുകയാണ്. എണീറ്റ് ഫസ്റ്റ് ഞാൻ പോയി പല്ല് കഴിക്കാൻ പോകണം. നന്ദപ്പൻ കിടന്ന് ഉറങ്ങട്ടെ. അടുക്കളയിലോട്ടൊന്ന് പോകണം. നന്ദപ്പൻ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് കല്യാണത്തിനോട്ട് പോകണം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ചേട്ടൻ ഇവിടുന്ന് രാവിലെ എണീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ കണ്ണപ്പനുണ്ട്, അവൻ വെക്കേഷൻ ഇവിടെ വന്ന് നിൽപ്പുണ്ട് വീട്ടിൽ. കണ്ണപ്പൻ ആരാന്ന് ചോദിച്ചു. കുറേ പേര് എൻ്റെ അനിയനാണ്. വെക്കേഷൻ ആയതുകൊണ്ട് അവനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ 10ാം ക്ലാസ്സിലാണ് അവൻ. അപ്പോൾ ഒട്ടും താമസിക്കണം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ അടുക്കളയിലോട്ട് വന്നു. ഇന്നലെ രാത്രി വെച്ച ചിക്കനാണ് കേട്ടോ. അതൊന്ന് ചൂടാക്കുവാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചൂടായി സെറ്റായിട്ടുണ്ട്. ഏതാ ചപ്പാത്തി നന്ദപ്പനായിട്ട് ചപ്പാത്തി ചൂടുക കേട്ടോ. നന്ദപ്പനുള്ള ചപ്പാത്തി ആയിട്ടുണ്ട്. ഞാനിതാ മുട്ട 2 പുഴുങ്ങാനായിട്ട് ഇട്ടേക്കും കേട്ടോ. പാല് കവർ പാലും കൂടെ കിട്ടുന്നതാണ്. കവർ പാല് എന്തായാലും പാലും കൂടെ കട്ടയായിട്ടിരിക്കുക. കുറച്ച് അരിയിട്ട് പാലും കൂടെ ചൂടാക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നന്ദപ്പനെ എഴുതിക്കാം. അടുക്കളയിൽ കുറച്ച് ഒരു പണി ഇതാക്കി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നതായിരുന്നു. ഇപ്പം ഇങ്ങനെ താമസിച്ച് പോയതുകൊണ്ട് ഇത്ര ഇതായിപ്പോയി. ഇനി അവൾ നല്ല ഉറക്കത്തിലാണ്. ഞാനിനി പോയി പല്ല് കഴിച്ച് കുളിച്ച് സെറ്റായിട്ട് വരാം. വിളക്ക് എത്തിക്കാനുണ്ട്. അപ്പോൾ പല്ല് കഴിച്ച് കുളിച്ച് വിളക്ക് എത്തിച്ചിട്ട് വരാം. എന്നിട്ട് നന്ദപ്പനെ എണീപ്പിക്കാം. അപ്പോഴത്തേക്ക് മുട്ടയും ഒക്കെ സെറ്റാവും. കുളിക്കാൻ പോയ എന്നെ ഒരാൾ അമ്മേ എന്ന് വിളിച്ച്. ഞാൻ നോക്കിയപ്പോഴേ ഒരു കുഞ്ഞി പെണ്ണായിരുന്നു. തുറക്കുന്നടിക്കുക. ഇത് ഉറങ്ങി എണീറ്റിട്ട് കള്ള അഭിനയം കേട്ടോ. ഉറങ്ങിയെങ്കിൽ നന്ദുട്ടി ഉറങ്ങിയെങ്കിൽ ചിരിക്കും. കേട്ടോ, ചിരിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ഗൈസ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ എനിക്ക് ഗൈസ് ഒട്ടും സമയമില്ല. 11 മണിക്കാണ് കല്യാണം. ചേട്ടൻ 10 മണിക്ക് നമ്മൾ വിളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അതിന് 8:30 കഴിഞ്ഞ്. അപ്പം ഞാനും നന്ദപ്പനും പല്ല് തേച്ച് കുളിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഇതാട്ടോ ഞങ്ങളുടെ ഡ്രസ്സ്. കണ്ടോ, ഇത് എൻ്റെ ഡ്രസ്സ്. പിന്നെ ഇത് പാവാട. പിന്നെ നന്ദമ്മയ്ക്കും ഇതേപോലെ നേവി ബ്ലൂ കളർ പട്ടുപാവാടയാണ്. അപ്പോൾ ഇനി ഒട്ടും വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം ചേട്ടൻ വന്ന് എന്നെ ഇവളെ കൊല്ലും. ഞങ്ങൾക്ക് പണി കിട്ടും അല്ലേ ക്ലച്ച് വന്ന്. അതുകൊണ്ട് ഞങ്ങൾ പല്ല് വെച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ള സംഭവം നിങ്ങൾക്ക് കാണിക്കാം. അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നന്ദൂട്ടിയുടെ ഡേ ഇൻ മൈ ലൈഫ് ഇടാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇടുന്നില്ല എന്നൊക്കെ. അപ്പോൾ അത് കാര്യം വേറെ ഒന്നുമല്ല. നമ്മൾ കുട്ടീനെ ഒരുപാട് കാണിക്കുമ്പം അതൊരു കമ്മ്യൂണിറ്റിയിൽ ബാധിക്കും. 18 വയസ്സിന് പ്രായം ഇല്ലാത്ത കുഞ്ഞിനെ അത് കാണിക്കുമ്പം നമുക്ക് യൂട്യൂബിൽ തന്നെ ഡയറക്റ്റ് നമ്മുടെ കമൻ്റൊക്കെ ഓഫാക്കും. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് നന്ദൂട്ടിയെ കൂടുതലും യൂട്യൂബിലോട്ട് കൊണ്ടുവരാതിരിക്കുന്നത്. പിന്നെ അവളുടെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ പറയുന്നത് നിങ്ങളിവിടെ ഒന്ന് മനസ്സിലാക്കുക. കമൻറ്റിലൊക്കെ നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ട് നന്ദൂട്ടിയാണ് സംഭവം ഇതുകൊണ്ടാണ്. അപ്പം പിന്നെ വേറെ കാര്യം വെച്ചാൽ രാവിലെ നോക്ക് ഓയിലി ആയിട്ടിരിക്കുന്നുണ്ട്. ഇന്നലത്തെ ഒരു സെറം ഞാൻ ഉണ്ടാക്കിയൊരു സെറമാണ്. സംഭവം പറഞ്ഞുതരാം. അടിപൊളി കേട്ടോ സംഭവം. അപ്പോൾ എന്തായാലും ഇന്നോട്ട് താമസിക്കുന്ന കുളിക്കാൻ പോകട്ടോ. ഗൈസ്, കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നന്ദപ്പൻ്റെ കാര്യമൊന്നും പറയണ്ട. കട്ടിലേക്ക് കയറിയിരുന്ന് ബിങ്ക് തിന്നുക. കുളിച്ച് പുതപ്പൊക്കെ മുടി നിങ്ങൾക്ക് കാണിക്കാം. നമുക്ക് ഗൈസ് കണ്ടോ, കുളിച്ച് കഴിഞ്ഞ് വന്ന് പുതപ്പം മുടിയിരുന്ന് ബിങ്കോ തിന്നുന്നു. നന്ദേ, എന്താ പരിപാടി?
മതാ വരുന്ന കേട്ടോ, വിളക്ക് എത്തിച്ചിട്ടുണ്ട്, പാപ്പ തരാം കേട്ടോ. വേണ്ടേ ഇടി എരിഞ്ഞ. അടുത്ത പരിപാടി ഹാളൊന്ന് തൂക്കാൻ പോവാണ്, വിളക്ക് എത്തിക്കാൻ പോവാണ്. സംഭവം ഇത്തിരി താമസിച്ച്, ഞാൻ ഇപ്പം കുളിച്ചാലും ഇപ്പം കൊളുത്തുന്നതാ, ഇന്ന് കുറച്ച് താമസിച്ചു പോയി. അപ്പം നമുക്ക് ഹാളൊന്ന് തൂത്ത് വൃത്തിയാക്കാം. വിളക്കൊക്കെ കത്തിച്ചു വന്നു. അപ്പം ഈ വിളക്ക് കത്തിക്കുന്നത് നിങ്ങളിനിപ്പോൾ കമൻറ്റിൽ ഒളിച്ചേക്കും, ഞാനൊരു മായ ഭക്തയാണ്. അപ്പോൾ എന്നും ഭഗവാനെ വിളക്ക് കത്തിക്കുന്നതാണ് രാവിലെയും വൈകിട്ടും. പിന്നെ സമയം നിങ്ങൾ ഈ സമയത്ത് വിളക്ക് കത്തിക്കുമെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. ഞാനിപ്പോൾ എഴുന്നേറ്റ് കുളിച്ചാൽ വിളക്ക് വെക്കും, അല്ലെങ്കിൽ നേരത്തെ വെക്കുന്നതിന് താമസിച്ചു പോയതുകൊണ്ടാണ്. അന്തപ്പിന് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ചടങ്ങിലോട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. സന്തോഷിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ ഈ കളറിലിരിക്കുന്ന വേറെ ഒന്നുമല്ല, ചിക്കൻ കറിയെ ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നതാണ്. എരി ഒട്ടും പറ്റത്തില്ല മാഡത്തിന്. രാവിലെ മേക്കപ്പ് സെറ്റും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുവാണ്. കല്യാണത്തിന് പോകാൻ ഒരുങ്ങാൻ പോവാം. എന്തുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാപ്പി കുടിക്കണം ഗൈസ്, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഗൈസ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടി ഇങ്ങനെ എടുക്കുമ്പോൾ അവളെല്ലാം തിന്ന് മറയ്ക്കുമെന്ന് വിചാരിക്കും. പക്ഷെ സത്യം പറഞ്ഞ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഒരു ഇച്ചിരി കഴിപ്പിക്കാൻ പെടുന്ന പാട്. എന്തോ വേണ്ട ഞാൻ അടിക്കും, കമ്പെടുക്കും ഞാനിപ്പം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വഴക്കൂടുന്നത് കഴിക്കുന്നതിന്. ഒരു കഴിക്കുമ്പോൾ 10 കിലോ ഉള്ളൂ ഈ കൊച്ച്. എന്താ പറയാനെന്നുണ്ടോ ഇനിയിപ്പം കാണാം. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അല്ല ഗൈസ്, ഒരു വായിൽ വെച്ചിട്ട് അവൾ ഒരു അരമണിക്കൂർ നേരം വെച്ചിരിക്കും. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുട്ടേര മഞ്ഞക്കറിയൊക്കെ ഞാൻ കഴിച്ചു. അവസാനം ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഒരു ഇച്ചിരി ആഹാരം കൊടുക്കുന്നത് പറയാൻ പറ്റില്ല. എഗ്ഗിൻ്റെ മഞ്ഞ കഴിക്കത്തില്ല, വെള്ളം മാത്രം കഴിക്കും. ചപ്പാത്തി ഒരു 2-3 വാ മാത്രമാണ് നന്ദൂട്ടി കഴിച്ചിട്ടുള്ളൂ കേട്ടോ. കഴിച്ചത് കണ്ടോ, ഈ ചപ്പാത്തിയുടെ ബാക്കി പോർഷൻ അത്രയാണ് നന്ദൂട്ടി കഴിച്ചത്. പിന്നെ ആ മുട്ടേര വൈറ്റ് മഞ്ഞ കഴിക്കത്തില്ല ആൾ. അങ്ങനെ നന്ദപ്പം കഴിച്ചിട്ട് ബാക്കിയുള്ള ചപ്പാത്തി ഞാൻ കഴിക്കുവാണ്. ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഞാനൊരു ഗ്ലാസ് പാലെങ്കിലും കുത്തിയടക്കായിരിക്കില്ല. അവളുടെ ശ്രീമമ്മി മേടിച്ചു കൊടുത്ത മേക്കപ്പ് സെറ്റാണ്. ഫുൾ ടൈം ആ മേക്കപ്പ് സെറ്റും എടുത്തുകൊണ്ട് നടപ്പാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങാൻ പോവുകയാണ്. ആ മേക്കപ്പ് സെറ്റ് ഇട്ട് ചുണ്ടിൽ മൊത്തം ലിപ്സ്റ്റിക്ക് വാരി തേച്ചു. അത് അമ്മ ഒരുക്കത്തില്ല. ഇതെന്തോ കണ്ണിന്റെ മണ്ടയിലൊക്കെ വാരി തേച്ചേക്കുന്നത്? എൻ്റെ പൊന്ന് കഴിച്ച് മോന്ത ഒന്ന് നോക്ക്, കണ്ണടച്ച് കാണിക്ക്. ഇതിൽ ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്നു? ഉറക്കുളിപ്പിച്ച് നിർത്തിയതേ ഉള്ളൂ. ഇടി വെച്ചിരുന്നുണ്ടല്ലോ, ഞാനിരുന്നില്ല. വേറെ ഉണ്ട് തരാം, കണ്ണടക്കി. വിക്സ് തേച്ചേക്കുന്ന പോലെ ഇരിക്കുന്നു കണ്ണിന്റെ മണ്ടയിൽ. നീ സുന്ദരിയല്ലേ, നീ പൊട്ടിച്ചില്ലെങ്കിൽ മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ നീ സുന്ദരിയാ. അങ്ങനെ ഗൈസ് ഇനി ഡ്രസ്സ് മാറ്റിയെടുക്കട്ടെ. ഡ്രസ്സ് കേട്ടാ നമുക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജായ ബ്ലൂ ഡാർട്ടോ അങ്ങനെ എന്തോ പേരാണ്, ബ്ലൂ ആ വരുന്നത്. അവരയച്ചിരുന്ന ഡ്രസ്സാണ്. ഈ ഡ്രസ്സിന് അവർ പേരിട്ടേക്കുന്നത് വൈശാലി. വൈശാലി എന്നാണ് ഈ ഡ്രസ്സിന് അവരിട്ടേക്കുന്ന പേര്. കാണിച്ചു തരാം. പട്ടുപ്പാവടയാട്ടോ വൈശാലി. ദിസ് ഈസ് വൈശാലി. കണ്ടോ ഡ്രസ്സ്?
ഇതതിൻ്റെ ഉടുപ്പ്. നമുക്ക് നന്ദൂട്ടി ഒരുക്കാം. അങ്ങനെ ഗൈസ് തമ്പിയാട്ടിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കും. വിരളി എന്ന് വെച്ചാൽ ഇനി പാവാട ഇടണം ഗൈസ്. പാവാട ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നു. അല്ല, ചെരുപ്പിടുമ്പോൾ ശരിയാവും. നന്ദൂട്ടി ഇന്ന് ഹീലൊക്കെ ആയിട്ട് ഇടുന്നത്. പാവാട ഒരുക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ, അല്ലെങ്കിൽ ആ ഒരു തേച്ച് വെച്ചേക്കുന്ന ഭംഗി പോവും. പിന്നെ ഇനി ആടാട് 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 ചെന്താമരച്ചുണ്ട് ചന്തം എന്ന് വെച്ചാൽ ഭംഗി. ഭംഗി ഭംഗിയല്ല, ഭംഗി. ഇങ്ങോട്ട് വള നല്ല മേടിച്ചേട്ടോ. എങ്കിൽ ചോറിനെന്ന് കയ്യില്ല, ഈ എടുക്കാനിട്ടാ മതി. വലുതായിരുന്നു നന്ദു. കറക്റ്റ് അല്ലേ? കാടനെ മനസ്സിലായി നിങ്ങൾക്ക്? ഡാൻസ് കളിക്കാം. പിള്ളേരുടെ ഡാൻസ് ആണോ? സ്വർണ്ണ ബ്രേസ്ലെറ്റ് കയ്യിലിട്ട കുത്തുന്നും പറഞ്ഞ് വലിച്ച് പൊട്ടിച്ച് നല്ല താഴെ ഇട്ട് അഡ്ജസ്റ്റ്മെന്റ് കൊരുത്ത് വെച്ചേക്കുക. ഇപ്പോഴത്തെ സ്വർണ്ണ വിലക്ക് ഇത് പൊട്ടിയാൽ പോലും വിളക്കിക്കാൻ പോലും വയ്യ. ഇനി വാ, അതുകൊണ്ട് നീ എൻ്റെ ഒന്ന് വാങ്ങിക്കുമെങ്കിൽ കേട്ടോ. ഓ ആവട്ടെ, മതിയോ? അത് രണ്ട് കയ്യിലും വളയിടണോ? രണ്ട് കൈ വടയിടാനില്ല, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് മതി, മതി. മേക്കപ്പിലോട്ട് കെട്ടിയാൻ വിളിച്ചു. ഇവിടെ നിൽക്കുന്ന എന്തിനാ? ഇന്ന് ചപ്പാത്തി വെള്ളി കയറാനോ? ചപ്പാത്തി എന്തില്ല, ഇങ്ങോട്ട് വാ. മൂക്കിനകത്തൊക്കെ കുറെ മിനിക്കങ്ങ് കയറി. വളയിൽ എന്തിനാ ഇവന്മാര് മിനിക്ക് വെച്ചേക്കുന്നല്ലേ? നന്ദു കുഞ്ഞിലേക്കല്ലേ വയസ്സ് ഞാൻ ഈ വളയിട്ടിട്ട് സ്കൂളിലൊക്കെ പോകുന്ന നേരത്ത് ഒരുങ്ങിയിട്ട് വളയിട്ടിട്ട് മുഖത്തോട്ടൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചങ്ങാക്ക്. എന്നിട്ട് സ്കൂളിൽ പോകുമ്പോൾ അപ്പോൾ പിള്ളേരൊക്കെ ചോദിക്കും, ഇവിടെ നീ മിനുക്ക് തേച്ചോടി. ഞാൻ പറഞ്ഞ അടി ഞാൻ തേച്ച് എന്ന് വെച്ചാൽ മിനുക്കൊക്കെ അന്ന് മുഖത്തേക്കുന്ന ഒരു വലിയൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് ഉടനെ അതേപോലെ അങ്ങ് ചെയ്യാൻ വരുവാ. മക്കളത് പന്നലാക്കളെ ചൊറിയും. അമ്മയ്ക്ക് കൊച്ചിലെ വട്ടായതുകൊണ്ട് അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നേ. മോക്ക് വട്ടില്ല, മോട് ചുണ്ടറിയ. അമ്മയ്ക്ക് വട്ടായതുകൊണ്ട് മോളാണ് അമ്മ അങ്ങനെ ചെയ്യുന്നേ കേട്ടോ. ഭ്രാന്തുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോവും കേട്ടോ. സുരേഷ് എങ്ങനെ ആക്കളെ കാണിക്കുന്നേ? മതി മതി, ഇതൊക്കെ കമ്മ്യൂണിറ്റി ഓക്കെ 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 ഗായ്സ്. അപ്പൊ നമുക്ക് മേക്കപ്പിലോട്ട് പോവാം. സന്തോട്ടിന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കരിയൊക്കെ വരച്ച് സുന്ദരിയായി. ഇച്ചിരി ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി ചുണ്ടിന് ചുമപ്പുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ലിപ് ബാം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നോക്കി കൈ വെച്ച ഉടനെ കരിങ്കാളിയല്ലേ? പൊട്ട് കാണുന്നില്ല. ഇവിടെ നല്ല ഒട്ടുണ്ടായിരുന്ന നീല കളർ എവിടെയാണെന്ന് തീയതി. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കേട്ടോ. ഈ വീട്ടിൽ ഒരു സാധനം ആവശ്യത്തിന് നോക്കി ഞങ്ങളെ വീട്ടിൽ കാണിക്കില്ല. തുണിയായാലും ചെരുപ്പായാലും. പക്ഷെ നന്ദോട്ടിന് കല്യാണത്തിന് ഇടുന്ന അടിപൊളി വേറെ ചെരുപ്പാട്ടോ. നമ്മുടെ അമിഗോ എന്ന് പറയുന്ന പേജ് അയച്ചു. ഇത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും കാണിക്കാം.
ഈ പാട്ടിനെ കൊല്ലുന്നു നന്ദൂട്ടി ചുണ്ടടി ഇച്ചിരി ബ്ലഷ് ഒക്കെ ഇട്ട് കൊടുത്ത കേട്ടോ. രാവിലെ ആ പാട്ടിന് എന്തോ പറ്റി എനിക്ക് കുറെ പിമ്പിൾസ് ഒക്കെ വന്നു. ഒരു ദിവസം ഗുരു കാണൂല, അടുത്ത ദിവസം ഗുരു കാണും. എന്തിന് പറയണെന്ന് ദേഷ്യം. നിങ്ങൾക്ക് ഇങ്ങനെയാണ്. ഈ അടുത്ത് കുരു മാറ്റാനുള്ള സമയം. ഇത് നമുക്ക് ആ പീരീഡ്സിന്റെ ആ ഒരു ടൈമൊക്കെ വരുമ്പോൾ എല്ലാവർക്കും വരുന്നല്ലേ വരുന്നത് കേട്ടോ. അതാണ് എനിക്ക്. പക്ഷെ ഇത് എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കല്യാണോ പാല് കാച്ചോ ബർത്ത്ഡേ ഒക്കെ പോകുമ്പോൾ എൻ്റെ മൊത്തം ഗുരു എന്ന് പറഞ്ഞു. എനിക്ക് ഇതൊരു പ്രകൃതി നിയമമാണ് ഗൈസ്. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇനി ഞാൻ ആഭരണങ്ങൾ അണിയട്ടെ. ഈ കൂതറ മോന്തയൊക്കെ മാറ്റി പുട്ടി അടിച്ചൊന്ന് സെറ്റപ്പ് ആക്കട്ടെ. നമ്മുടെ ആൻസി വന്ന് ഗൈസ് കണ്ടോ, അവള് ഒരുങ്ങി ചുണ്ടറയായി വന്നേക്കെയാണ്. ഇത് പിന്നെ ഇവിടെ കൊച്ചിനെന്താ പറ്റിയടി കാരണോ മാറണോ എന്നും പറഞ്ഞുകൊണ്ട് പാട്ട് തുടങ്ങിയോ അങ്ങോട്ട് മണിക്കൂറുകളായി. നന്ദമേരെ നിക്കറുണ്ടോ? ഞാൻ ഇനി തുണിയിടാൻ പോവാ ഗൈസ്. അങ്ങനെ ഗൈസ് ഞാൻ ഡ്രസ്സ് ഇട്ടു. ഇതാണ് ഗൈസ് എന്റെ ഡ്രസ്സ്. ഭയങ്കര തിളക്കം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇച്ചിരി തിളക്കം കൂടുതലാണെന്ന് തോന്നുന്നു ഗൈസ്. അതുപോലെ ബോഡി അടിച്ചത് എനിക്ക് ഇവിടെ ഭയങ്കര ലൂസിന്. ഞാൻ പിന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഭയങ്കര തിളക്കമായിട്ട് തോന്നുന്നു. നോക്ക് ഈ നാറി ഈ ബ്ലഡി ഫുൾ. ഇന്നലെ ഞാൻ ഈ തുണി എടുക്കാൻ പോയപ്പോ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവള് ചുരിദാർ എടുത്തോണ്ട് ബില്ലടിക്കാൻ ഓടി. ഇവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഗൈസ് എനിക്ക് ഈ ഒരു ദുരിതം വരത്തില്ലായിരുന്നെങ്കിൽ. നോക്ക് എന്തൊരു തിളക്കം നോക്കുക. ഇവിടെയും തിളക്കം മൊത്തത്തിൽ ഞാൻ കിടന്ന് തിളങ്ങുക ലൂസും. എന്തൊരു ചെയ്യാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറ്റാൻ പോകുന്നു കേട്ടോ ഡ്രസ്സ്. മിക്കാറ് മാറ്റാൻ കണ്ടോ എന്തൊരു ചതിയാണെന്ന് നോക്കിക്കണ്ട്. അങ്ങനെ ഗൈസിന് ഞാൻ മുഖത്തൊക്കെ പുട്ടികൾ വരി അടിക്കട്ടെ. എന്തുവാ നിങ്ങൾ ആരെങ്കിലും കാണുന്നോ ഈ കുട്ടിക്കുറുമ്പിരെ കുരുത്തൊക്കെ ഇട്. സത്യം പറയാം ഞാൻ എനിക്ക് ഒരു ഷോൾ ഉണ്ടെങ്കിൽ ഞാൻ പൊതച്ചോണ്ട് വരായിരുന്നു. ഇനി കുറച്ച് കല്ല് പറക്കി കളഞ്ഞാലോടി. എന്നെ ഒറ്റ വാക്ക് പറഞ്ഞ് തുണി എടുക്കാൻ പോകണ്ട, ഒരുമിച്ച് പോവേണ്ടായിരുന്നു. ഞാൻ ഒരുമാതിരി എന്നെ വന്നുടനെ എന്നെ ചിയറുകളെന്ന് കണ്ടോ. ചതി കൂട്ടച്ചതി ഗൈസ്. ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച കമ്മലാണേ. 140 രൂപ. കൊള്ളാമോ? മാച്ചേ. സത്യം പറഞ്ഞ നമ്മുടെ ഈ വീഡിയോക്ക് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല കൊടുക്കേണ്ടത്. ഷെഫീക്കേട്ടന്റെ കല്യാണം എന്നാണ് കൊടുക്കേണ്ടത്. ലിപ്സ്റ്റിക് എടുക്കല്ലേ, ദേഹത്തൊന്ന് വെച്ചതേക്കല്ലേ. അങ്ങനെ കേസ് ഇതാണ് കമ്മൽ. ഇപ്പൊ കറക്റ്റ് ലെവൽ പറഞ്ഞാലും ഞാൻ ചേർക്കുക. മാല ഇടുന്നില്ല. മാലയ്ക്ക് വരെ ഞാൻ വിചാരിക്കുന്നത് ഈ ഷോളില്ലേ, ഷോൾ അങ്ങ് ഇങ്ങനെ ഇട്ടാലോ എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇങ്ങനെ ഇടാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. ഇവിടെ മാലയ്ക്ക് വരെ ഇങ്ങനെ ഇട്ടാ പോലെ. മാല എനിക്ക് ഉപരിയാലോ. എന്നിട്ട് ഇങ്ങനെ ഇത് കൊള്ളൂല്ലടി. ഇത് ഇട്ടപ്പം കൊള്ളാമോ? അതെന്തെങ്ങനെ ഇരിക്കുന്നത് അറിയാവോ? ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് അവരെങ്ങനെ ഇരിക്കുന്നത്. അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓ ഇതിട്ടപ്പോഴും ഒരു അത് ഉരുക്കളെന്തിനാ? അതല്ലടി ഷോൾ ഇട്ടപ്പം ഓക്കെ ആണോ? അതോ ഷോള് വേണോ? വേണ്ട അല്ലേ? ഷോള് വേണ്ട കൈസ്. ഇനി ഞങ്ങള് പിന്നെ കുത്തി ഇവിടേക്ക് ഓക്കെ ആക്കാൻ പോവുകയാണ്. എനിക്ക് മാല ഇടുന്നുണ്ട്. മാല വേണ്ടല്ലേ? വേണ്ട, മാല കാണത്തില്ല. മാല ഇടുന്നില്ല. ടിക്കും പിക്കിനുള്ള സമയമില്ല. അങ്ങനെ ഗൈസ് ഞാൻ മാല ഊരി. കുറ്റം പറയണ ഗൈസ് പറയുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരെ നോണ പറയുള്ളൂ. നമുക്ക് പിന്നെ 4-5 പിന്നോ ആണിയോ ഇല്ല എന്തെങ്കിലുമൊക്കെ കടിച്ചു വെക്കാടി. അങ്ങനെ ഞാൻ മാല ഊരി. മാല ഇടുന്നില്ല കേട്ടോ. എനിക്ക് ഈ ഡ്രസ്സിന്റെ അകത്ത് ഇങ്ങനത്തെ സാധനം ഒന്നും വെക്കുന്നത് ഇഷ്ടമേ അല്ല. ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങളൊക്കെ കാണിച്ചു ഫിറ്റ് ചെയ്ത് വെക്കും കേട്ടോ. ഒന്നും ഇഷ്ടമല്ല. ഊരി കളയാനൊന്നും സമയമില്ലാത്ത ഞാനൊക്കെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. എനിക്കങ്ങ് ഇവിടെ നിന്നെ എണ്ണയും വെച്ച് നോക്കുമ്പോൾ ഞാനങ്ങ് ഭയങ്കര തിളക്കം. എനിക്കങ്ങ് ഒരുമാതിരി തോന്നുന്നു. മാറ്റിയെടുക്കാമോ പോണ വഴിക്കല്ലോ. കല്യാണം വന്നിട്ട് നാളെ നടത്തും കേട്ടല്ലോ. അപ്പം ഇനി ഞാൻ കൂടുതൽ ഇനിയൊന്നും പറയുന്നില്ല. നീ മുഖത്തെ പുട്ടിയൊക്കെ വാരി അടിക്കട്ടെ. ഗൈസ് ഞാൻ ലൈറ്റായിട്ട് ഐ ഷാഡോ ഒക്കെ ഇട്ട് കേട്ടോ.
അങ്ങനെ ഇടുന്നൊന്നും അല്ല. എങ്ങനെയാലും ഇത് ഈ കഴിയണം, ഇന്റേൺഷിപ്പ് കഴിയണം, ഒരു ജോലിയാണ്. ഫ്യൂച്ചർ പ്ലാനിങ് ആണ് ഇപ്പോൾ കേൾക്കുന്നത്. ലിപ്സ്റ്റിക്ക് ഈ ഡാസ്ലറിൻ്റെ എല്ലാം ഇട്ടിട്ട് നിങ്ങൾ ചോദിക്കും ചിലപ്പം ചേച്ചി ഏത് ഷെയ്ഡാണ് ഇട്ടതെന്ന്. പക്ഷെ ഡാസ്ലർ അല്ല, ലെവളുടെ നിന്ന് കൃഷി അടിച്ച ലിപ്സ്റ്റിക്കാണ്. അവളുടെ ഉമ്മി ഗൾഫിൽ നിന്ന് കൊടുത്ത് വിട്ട സാധനമാണ്. ഞാൻ കുറച്ച് കൃഷി അടിച്ചു, സംഭവം കൊള്ളാൻ കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് മിക്കവാറും ഞാനത് അടിച്ചു മാറ്റും. അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചിരിക്കുന്നതായിരിക്കും. ഗായ്സ് ഇത് അടിച്ചിട്ട് അടിച്ചു മാറ്റിയ ലിപ്സ്റ്റിക്കാണ് ഗായ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ബാക്കി കലാവിരുദ്ധകളൊക്കെ ചെയ്യട്ടെ. അങ്ങനെ ഗായ്സ് ഫൈനൽ ലുക്ക് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. മുടി എങ്ങനെ കെട്ടണമെന്ന് പറഞ്ഞു, പക്ഷെ ഉടുപ്പ് ഭയങ്കര വധമായി പോയി. ഇച്ചിരി ഒന്നും ഇത് ഇങ്ങനെ ഇരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ദേഷ്യം വരുന്നു. എന്തിനാ ഇവിടെ ഇനി ഐഡിയാസ്? രണ്ട് പിന്ന് കുത്തണം ഇങ്ങനെ വെച്ചിട്ടല്ലേ. ഇതിനറിയാമോ? നീ കുളിക്കാൻ പോയേക്കോ കല്യാണത്തിന് മുമ്പ്? അതിന് നാണം. അപ്പൊ കഴിച്ചിന് വള ഇടാൻ പോകട്ടെ. എന്റെ പൊന്നു കുഞ്ഞനി പോവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമല്ലേ. സ്വയം വെച്ച് ചപ്പാത്തി ഉണ്ടാക്കും. ഇവിടെ എൻ്റെ മേടിച്ച വള 30 രൂപ. കണ്ടോ, 6 വള 30 രൂപ. വേറെ ഇല്ലായിരുന്നു, സൈസ് ഇല്ലാത്തോണ്ടങ്ങ് വലുത് മേടിച്ച്. സൈസ് ആരും നോക്കണേ. എടാ നീ മക്കു ചേട്ടനൊന്ന് വിളിച്ചു നോക്ക്. നിങ്ങളുടെ വൈഫൈ കട്ടായിരിക്കുന്നു, അതുകൊണ്ട് ചാർജ്. ഞാൻ വ്ലോഗ് എടുത്തോണ്ടിരിക്കൂടാ ഗൈസ്. ഇങ്ങനെയാണ് ഞാൻ വളയിടാൻ പോകുന്നത്. ഒരു കയ്യിൽ മാത്രം വളയിടാന്ന് വിചാരിക്കുന്നു. ഒരു കയ്യിൽ വള മതി. യെസ്, ഒരു കയ്യിൽ വള മതി. ഗൈസ് നോക്ക് ഗൈസ്, ഞാൻ എല്ലാം ഇട്ട് കളിയാക്കുവട്ടെ. എന്നെ ഊക്കുവാ ഞാൻ എന്താ ഡാൻസ് കളിക്കാൻ പോണെന്ന് പറഞ്ഞ്. പിന്നെ അല്ലാതെ മേടിച്ച് തന്ന ആളെ എന്നെ ഇരുന്ന് കുറ്റം പറയാ തുണിയെ. ഓ ആരാ കൂട്ടിരിക്കുന്നു കണ്ടോ? ഒരു ഷോൾ ഉണ്ടെങ്കിൽ പതക്കായിരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങളിവിടെ വന്നു. നന്ദൂസും അച്ചിയിലോ നിൽക്കുക. ഇതാണ് ഗൈസ് നമ്മുടെ താരൻ നിമേഷ് ചേട്ടൻ. കണ്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് തിരിഞ്ഞിരിഞ്ഞങ്ങ് നിൽക്കുക കേട്ടോ. നമ്മളിവിടെ എന്ത് വന്നേ? ശശികുമാറിന്റെ കല്യാണത്തിന് വന്നേന്നോ ഗൈസ്. ഇതാണ് ആൻസിയുടെ കെട്ടിയൻ. എവിടെയോ കണ്ട് ഞാൻ വീഡിയോ കണ്ടായിരുന്നു. ബഹുമാനം കൊണ്ട് വിളിച്ചതല്ലേ? ബഹുമാനം കൊണ്ട്. വേറെ ആരുമില്ല, നമ്മുടെ ആവേശത്തിൽ നമ്മുടെ അണ്ണനാണ്. കണ്ടോ, അവനൊരു സന്തോഷമായിരിക്കട്ടെ. ഇതാണ് ഗൈസ് നമ്മുടെ ആൻസിയുടെ സ്വന്തം കെട്ടിയ. ഉടനെ കണ്ണടിക്കുന്നു. ഇത് വേറെ ഒന്നുമല്ല, ആവേശത്തിൻ്റെ എഫക്റ്റാണ്. പിന്നെ വൈറ്റ് കളർ ഡ്രസ്സിൻ്റെ ഉള്ള റീൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പേജ് പറഞ്ഞു കൊടുത്ത് എല്ലാവരും ഒന്ന് കയറി നോക്കുക. വൈറ്റ് കളർ ഡ്രസ്സിൻ്റെ ഒക്കെ കാണാൻ പറ്റും. ഇത് ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ നന്ദൂസ് പെട്ടെന്ന് സൈലൻ്റ് ആയത് വേറെ ഒന്നുമല്ല, നമ്മുടെ വിഷു ചേട്ടനെ കണ്ടിട്ടാണ് കേട്ടോ. അവർക്ക് കുഞ്ഞുനാൾ മുതലുള്ള പേടി സ്വപ്നമാണ് ഇവളെ കെട്ടിയത്. ഗൈസ് നിങ്ങളെല്ലാവരും നമ്മുടെ ചങ്കിടിപ്പുമായ നമ്മുടെ ആവേശത്തിൽ നമ്മുടെ താരത്തിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഏറി കയറ്റട്ടെ കുറച്ച് നേരത്തേക്ക് ഗൈസ്. എനിക്ക് എൻ്റെ കൺമണി കുറച്ച് പിന്നെ പോസ്റ്റ് ഓഫീസിൽ കുറച്ച് സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവനെ ഇന്നും മാക്സിമം ഞാൻ ഇവന് പ്രൊമോഷൻ ചെയ്യും. ഫ്രീ പ്രൊമോഷൻ ഗൈസ്. നമ്മുടെ നിക്കോണ്ണൻ നമ്മുടെ കല്യാണ ചെറുക്കൻ ആകെയാ. കല്യാണ ചെറുക്കൻ വന്നിട്ടുണ്ട്. നമ്മുടെ ശവീകരണ കാണിക്കാം. അന്തു
ഇങ്ങനെ ഊക്കിതാ കൊണ്ട് ഇത് ഒരാളെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് പേരാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നെ രാജസ്ഥാനാക്കി. ഈ കാണിക്കാനില്ല, ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്, ഇനി മറക്കണ്ട. അങ്ങനെ കഴിച്ച് നമ്മൾ ഹാളിനകത്ത് വന്നു. പിന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനൊരു മുസ്ലിംസിൻ്റെ കല്യാണത്തിന് വരുന്നത്. കല്യാണം എങ്ങനെയാണ് കാണുന്നതൊക്കെ എന്താ നന്ദപ്പന് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുവാണ്. അങ്ങനെ കഴിച്ച് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഷെഫീഖിക്കാൻ്റെ എൻട്രിയാണ്. അപ്പം ചെക്കൻ വരുന്ന ഇതാണ് പാട്ടും സംഭവങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു മുസ്ലിം കല്യാണത്തിന് കൂടുന്നതൊക്കെ. ഭയങ്കരമായിട്ടൊരു വെറൈറ്റിയാണ് തോന്നിയത്. ക്രിസ്ത്യൻസ് കണ്ടിട്ടുണ്ട്, പിന്നെ ഹിന്ദുസിൻ്റെ കണ്ടിട്ടുണ്ട്, ബന്ധക്കോസ്റ്റ് കണ്ടിട്ടുണ്ട്, അങ്ങനെ പല ടൈപ്പും കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് മുസ്ലിംസ് കല്യാണം കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല വെറൈറ്റി ആയിരുന്നു. പിന്നെ അടിപൊളി ഫുഡായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ കൂടെ നമ്മുടെ ഷെഫീഖിക്ക ആയതുകൊണ്ട് പൊളിയായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ നന്ദൂട്ടം ഭയങ്കര കളി ബഹളം, അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു, അടിപൊളിയായിരുന്നു കല്യാണം. ഞങ്ങൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇതൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഇനി കാണുന്നത്. ഇതിപ്പം പെണ്ണ് വരുമ്പോഴുള്ള എൻട്രിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവം ഇട്ടിട്ട് ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ വരുന്നത്, പക്ഷേ നേരിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ നമ്മൾ ഷെഫീഖിക്ക പൊളിയായിരുന്നു. ഷെഫീഖിക്ക മാത്രം നോക്കിയാൽ മതി, നമ്മൾ ചിരിച്ചാവും. പിന്നെ ഈ ചിറവൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച പെൺപിള്ളേർ 2-3 കുത്തൊക്കെ കൊടുത്തായിരുന്നു ഷെഫീഖിക്കാരന്. അങ്ങനെ മൊത്തത്തിൽ കോമഡി ആയിരുന്നു കാര്യം, സത്യം പറയാം. ഫുള്ളായിട്ടും കോമഡി ആയിരുന്നു കല്യാണം എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ വിശപ്പടിച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയത്. നിമേഷേട്ടനും വൈഫും കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഫുഡ് കഴിക്കാൻ പോവാട്ടോ ഗൈസ്. നിങ്ങളിപ്പോൾ കാണുന്നത് സിംഗിൾ ആണെന്ന് വിചാരിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഭർത്താക്കന്മാരെയാണ് ഗൈസ്. ഇങ്ങോട്ടത്ത് നിന്ന് മീശ പിരിക്കുന്നത് നമ്മുടെ സ്വന്തം നന്ദൂട്ടൻ്റെ അച്ഛനാണ്. ഇവന്മാരിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇടിച്ച് കയറി ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ ചെയ്തത് അങ്ങനെ ഇവർ ബാച്ചിലറായിട്ട് നിന്ന് ഫോട്ടോ എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മളെല്ലാം കൂടെ ചാടി വീണു. വരുന്നുണ്ട് കേട്ടോ. ഇയാൾക്ക് കല്യാണം കഴിഞ്ഞ കൊച്ചുള്ളതാന്നോടെ എന്താ ഇത്? സിംഗിൾ ആണെന്നാണ് വിചാരം എല്ലാത്തിൻ്റെ. നിന്റെ മച്ചവൻ്റെ നന്ദൂട്ടൻ്റെ ഫാൻ ഗേൾസ് ആയിട്ട് കണ്ട ഗൈസ്. അവിടെ മത്സരിച്ച് ഫോട്ടോ എടുക്കാട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ വന്നേട്ടോ. പിന്നെ ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. പോയിട്ട് ഇനി ആൻസിയുടെ അങ്ങോട്ടൊക്കെ പോകണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം റിസപ്ഷനാണ്. പിന്നെ ഗൈസ് ലാസ്റ്റിൽ കുറേ ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ സംഭവങ്ങളായിരുന്നു. ഡാൻസ് അതിനൊക്കെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ ഭയങ്കര ഡാൻസും കളിയൊക്കെ ആയിരുന്നു. കുറേ നേരം ഞങ്ങളിരുന്ന് അവരുടെ ഡാൻസും കളിയൊക്കെ കണ്ടു. ഷെഫീഖിനും സുലുവൊക്കെ മാരകമായ ഡാൻസും ചുവടുവെപ്പൊക്കെ ആയിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവരുടെ ഡാൻസൊക്കെ കണ്ട് ഞങ്ങളിവിടെ ഇരിക്കുകയാണ് ഗൈസ്. പിന്നെ എന്തുവാ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് അവിടെ പൂവെടുപ്പും മത്സരമൊക്കെ ആയിരുന്നു. പിന്നെ ഇവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ടാണ് പോയത്. പിന്നെ വൈകിട്ട് റിസപ്ഷന് പോകാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.